നമസ്കാരം. സംസ്ഥാനത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വലിയ ആശ്വാസം പകർന്നുകൊണ്ട് വരാനിരിക്കുന്ന ഈസ്റ്റർ, വിഷു ആഘോഷങ്ങളൊക്കെ തന്നെ പ്രമാണിച്ചുകൊണ്ട് സപ്ലൈകോ വഴി പ്രത്യേക ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം ആരംഭിക്കുന്ന വിവരം സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ റേഷൻ കടകൾ വഴി ലഭിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെയാണ് ഈ ഒരു ആനുകൂല്യം കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ഈ പ്രത്യേക ആനുകൂല്യങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത് പ്രധാനമായിട്ട് നമുക്കറിയാം, പണപ്പെരുപ്പവും വിപണിയിലെ വിലക്കയറ്റവും ഒക്കെ തന്നെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സബ്സിഡി നിരക്കിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. 2026 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ സംസ്ഥാനത്തുടനീളമുള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ, മാവേലി സ്റ്റോറുകൾ, പീപ്പിൾസ് ബസാർ എന്നിവ വഴി ഈ കിറ്റുകൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. സാധനങ്ങൾക്ക് ഉത്സവകാലങ്ങളിൽ വിപണിയിലൊക്കെ തന്നെ വില വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ നടത്തുന്ന ഈ ഒരു ഇടപെടൽ അത് ലക്ഷക്കണക്കിന് വരുന്ന കുടുംബങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക സഹായമാകും എന്നതിൽ സംശയമില്ല. ഈ വിഷുക്കാലത്ത് സപ്ലൈകോ പുറത്തിറക്കുന്ന സ്പെഷ്യൽ കിറ്റിൽ നിത്യജീവിതത്തിന് അത്യാവശ്യമായ 16 ഇനം ഉൽപ്പന്നങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1250 രൂപ വിപണി വില വരുന്ന ഈ ഉൽപ്പന്നങ്ങൾ അത് വെറും 1001 രൂപയ്ക്കാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതായത് ഏകദേശം 250 രൂപയുടെ നേരിട്ടുള്ള ലാഭം ഓരോ കിറ്റിലും ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു. ഈ കിറ്റിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് 1 കിലോ പഞ്ചസാര, 1/2 കിലോ വീതം ചെറുപയർ, വൻപയർ, കടല, ശർക്കരപ്പൊടി എന്നിവയും ശബരിയുടെ പായസ മിക്സ്, പായസക്കൂട്ട്, നെയ്യ്, ജീരകം, കടുക്, പുട്ടുപൊടി, ഉപ്പുപൊടി, ചിക്കൻ മസാല, ഗരം മസാല, 1 ലിറ്റർ വെളിച്ചെണ്ണ, 250 ഗ്രാം ചായപ്പൊടി എന്നിങ്ങനെ 16 ഇനങ്ങൾ അടങ്ങിയതാണ് കിറ്റ്. കിറ്റിലെ ഭക്ഷ്യധാന്യങ്ങൾക്ക് പുറമെയായിട്ട് കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും എണ്ണയും സർക്കാർ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 കിലോ ശബരി ഉപ്പ്, 100 ഗ്രാം ചിക്കൻ മസാല, 50 ഗ്രാം ഗരം മസാല എന്നിവയും ഇതിൽ വരുന്നുണ്ട്. കേരളീയരുടെ പാചകത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത 1 ലിറ്റർ ശബരി വെളിച്ചെണ്ണയും അതുപോലെ തന്നെ 250 ഗ്രാം ശബരി ഗോൾഡ് ചായപ്പൊടിയും ഈ 16 ഇനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ പൊതുവിപണിയിലെ അമിതവില നിയന്ത്രിക്കാനും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് സാധനങ്ങൾ ലഭ്യമാകാനും ഇത് സഹായിക്കും. ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഓരോന്നായിട്ട് വാങ്ങുന്നതിനേക്കാൾ വലിയ ലാഭം ഈ കോംബോ ഓഫറിലൂടെ ലഭിക്കുന്നതിനാൽ തന്നെ ഏപ്രിൽ 1 മുതൽ തന്നെ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ സ്റ്റോക്ക് തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ അടുത്തുള്ള സപ്ലൈകോ കേന്ദ്രങ്ങളിൽ നിന്നും ഈ ഈസ്റ്റർ, വിഷു കിറ്റുകൾ കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വർഷത്തെ സ്പെഷ്യൽ കിറ്റിന് പുറമെയായിട്ട് സപ്ലൈകോ ഒരുക്കുന്ന മറ്റൊരു ആകർഷകമായിട്ടുള്ള പദ്ധതിയാണ് വിഷു കൈനീട്ടം, അതായത് റിവാർഡ് കൂപ്പൺ. സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഏതൊരാൾക്കും 101 രൂപയുടെ ഒരു റിവാർഡ് കൂപ്പൺ സൗജന്യമായിട്ട് ലഭിക്കും. ഇത് ഒരു പ്രത്യേക കിഴിവ് പോലെ പ്രവർത്തിക്കുന്നു. അതായത് ഈ കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത തവണ സാധനങ്ങളൊക്കെ തന്നെ വാങ്ങുമ്പോൾ 101 രൂപയുടെ കുറവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മെയ് മാസം 31 വരെ ഈ റിവാർഡ് കൂപ്പൺ ക്ലെയിം ചെയ്യാനുള്ള സമയവും സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ആഘോഷവേളകളിൽ സാധനങ്ങൾ വലിയ തോതിലൊക്കെ തന്നെ വാങ്ങുന്നവർക്ക് ഇതൊരു മികച്ച ലാഭകരമായിട്ടുള്ള അവസരം കൂടിയാണ്. ഇത്തരത്തിലുള്ള ഓഫറുകൾ അത് കൂടുതൽ ആളുകളെ സപ്ലൈകോയിലേക്ക് ആകർഷിക്കാനും അതുവഴി പൊതുവിതരണ ശൃംഖല കൂടുതൽ ശക്തിപ്പെടുത്താനുമായിട്ടാണ് ഇവിടെ ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. ഈ ഭക്ഷ്യക്കിറ്റുകൾക്കൊപ്പം തന്നെ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഗൗരവകരമായിട്ടുള്ള കാര്യമാണ് അത് റേഷൻ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് എല്ലാ മാസവും കൈപ്പറ്റുക എന്നത്. പലരും തിരക്ക് കാരണമോ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തതിനാലോ റേഷൻ വിഹിതം വാങ്ങാതിരിക്കാറുണ്ട്. എന്നാൽ തുടർച്ചയായിട്ട് 3 മാസമോ അതിലധികമോ ഒക്കെ തന്നെ ഇത്തരത്തിൽ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്നാൽ ആ കാർഡിൻ്റെ മുൻഗണന, പ്രയോറിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് കാർഡ് മുൻഗണനാ ലിസ്റ്റിൽ തിരികെ എത്തിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള കാരണം ബോധിപ്പിക്കേണ്ടതായിട്ട് വരികയും കടുത്ത നടപടികളൊക്കെ തന്നെ നേരിടേണ്ടി വരികയും ചെയ്യുക. പ്രത്യേകിച്ചും പിങ്ക്, മഞ്ഞ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുള്ളവർ തങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ കൃത്യമായിട്ട് എല്ലാ മാസവും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ആനുകൂല്യങ്ങൾക്ക് അർഹരല്ലെന്ന് കണക്കാക്കിക്കൊണ്ട് നിങ്ങളുടെ കാർഡ് അത് പൊതുവിഭാഗത്തിലേക്ക്, വെള്ള കാർഡുകളിലേക്ക് മാറ്റാൻ സർക്കാരിന് അധികാരമുണ്ട്. അപ്പോൾ അർഹതപ്പെട്ടവർക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്താനായിട്ട് സർക്കാർ ഇപ്പോൾ കൂടുതൽ പരിശോധനകളും കർശനമാക്കിയിരിക്കുകയാണ്. അനർഹമായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്നത് വലിയ രീതിയിലുള്ള പിഴയ്ക്കും നിയമ നടപടികൾക്കുമൊക്കെ തന്നെ കാരണമാകും. അതിനാൽ തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും കൃത്യമായിട്ട് നിങ്ങളുടെ റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സപ്ലൈകോയുടെ ഈ ഒരു ഭക്ഷ്യ കിറ്റ് കൂടി എല്ലാവരും പ്രയോജനപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾ എല്ലാവരിലേക്ക് മാക്സിമം ഈ അപ്ഡേറ്റ് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അറിയിപ്പുകൾക്കായിട്ട് കൃത്യമായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.